അളിയൻ്റെ ബാത്റൂം എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്? അങ്കിൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അരുൺ ചോദിച്ചു. അത് മാറ്റിക്കരുത്, ഒരാവേശത്തിന് വന്നതാ, ആരോടും പറയല്ലേ എന്ന് ആർദ്രവ് പറഞ്ഞതും അരുണും ധ്രുവും പൊട്ടിച്ചിരിച്ചു. ഇല്ലളിയ, പറയത്തില്ല. ഇതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളും ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. ബട്ട് അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അവർ കാണാതെ നോക്കിക്കോ, ധ്രുവ് പറഞ്ഞു. നിങ്ങളിടയ്ക്ക് പോവാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എന്നോട് ആര് പറഞ്ഞു? നോക്കിക്കോളാം, ആർദ്രവ് പറഞ്ഞു. പിന്നെ വരുന്നതൊക്കെ കൊള്ളാം, ഞങ്ങളുടെ പെങ്ങളെ പണി പറ്റിക്കരുത്, അതൊക്കെ ആഫ്റ്റർ മാര്യേജ്, അരുൺ പറഞ്ഞതും അവൻ ശരിയളിയ എന്ന് പറഞ്ഞ് കൈകൂപ്പി. എന്നാൽ ഞാൻ പോട്ടെ, അവിടെ വീട്ടിലൊരു കുരുട്ടുണ്ട്, അതറിഞ്ഞാൽ ഇതുപോലൊന്നുമല്ല, നാറ്റിക്കും എന്ന് ആർദ്രവ് പറഞ്ഞതും അതിനെന്താ അളിയ, പൊക്കോ, അവർ രണ്ടും പറഞ്ഞു. അപ്പോൾ തന്നെ ആർദ്രവ് ബുള്ളറ്റ് എടുത്ത് വീട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിയിൽ അവനെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാതെ. ആരതിയുടെ ഫോട്ടോയ്ക്ക് കൂടെ അവിനാഷിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് ഇത് കണ്ട രാകേഷിൻ്റെ ചുണ്ടിൽ ക്രൂരമായ ചിരി വിടർന്നു. രണ്ടുപേരും ആരതിയുടെ വീട്ടിലേക്ക് നോക്കിയതിനു ശേഷം ഇന്നോവയും എടുത്ത് ആർദ്രവ് പോയ വഴിയിലൂടെ പോയി. ലോറി ഡ്രൈവർ ആർദ്രവിൻ്റെ ബുള്ളറ്റിനെ ഓവർടേക്ക് ചെയ്ത് ബുള്ളറ്റിന് തടസ്സമായി ലോറി നിർത്തി. ആരാടോ ഈ നേരത്ത്? ലോറി എടുത്ത് മാറ്റിടോ എന്ന് ആർദ്രവ് ബുള്ളറ്റിൽ നിന്നും ഇറങ്ങാതെ തന്നെ പറഞ്ഞു. അവനാ പറഞ്ഞതും അവിനാശ് കയ്യിലുണ്ടായിരുന്ന കത്തി പിന്നിൽ നിന്നും എടുത്ത് ആർദ്രവിനെ കുത്തിയതും വേദന സഹിക്കാൻ വയ്യാതെ ബുള്ളറ്റും കൊണ്ട് ആർദ്രവ് വീണു. ബുള്ളറ്റ് മാറ്റി ഇട്ടതിന് ശേഷം ആർദ്രവിൻ്റെ അടുത്തേക്ക് രാകേഷും അവിനാശും മുട്ടുകുത്തിയിരുന്നു. പാവം, ഈ നേരത്തെ ഇപ്പോൾ നിനക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എങ്കിൽ നിനക്ക് ഇപ്പോഴൊന്നും മരിക്കണ്ടായിരുന്നു എന്ന് രാകേഷ് പറഞ്ഞു. ആരതി, അവൾ എൻ്റെ പെണ്ണ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ പെണ്ണ്. അങ്ങനെയുള്ള അവളെ ഒറ്റ ദിവസം കൊണ്ട് നീ സ്വന്തമാക്കിയാൽ പിന്നെ ഞാനത് കണ്ടു നിൽക്കണം. നിന്നെ മേപ്പോട്ടെടുത്തെന്ന് ആരതിയും വീട്ടുകാരും അറിയും. ഇതറിഞ്ഞ് ആരതിയും വീട്ടുകാരും തളരും. മകളുടെ നിശ്ചയം കഴിഞ്ഞ് ഇനി അവളെ ആര് സ്വീകരിക്കുമെന്നോർത്ത് പ്രസാദ് വ്യാകുലപ്പെടും, അവിനാശ് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രസാദിൻ്റെ അടുത്ത് പോയി ആദ്യമൊക്കെ അവനെ ആശ്വസിപ്പിച്ച ശേഷം പതിയെ പറയും, പോവണ്ടവർ പോയി, ആരതിയെ എൻ്റെ മോൻ അവിനാശ് കിട്ടും എന്ന്. പറയേണ്ട താമസം സിനിമയിൽ കാണുന്ന പോലെ പ്രസാദ് ആരതിയെ അവിനാശിനെ കൊണ്ട് കെട്ടിക്കും. പിന്നെ ആ പെണ്ണിൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെ അവകാശി എൻ്റെ മോനും അവർക്ക് ജനിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളുമായിരിക്കും. രാകേഷ് അതും പറഞ്ഞ് ആർദ്രവിൻ്റെ വയറ്റിൽ കുത്തിയെടുത്ത് തന്നെ ഒന്നുകൂടി കുത്തി ഇറക്കി. പ്രാണവേദന കൊണ്ട് ആർദ്രവ് ഉയർന്നു പൊങ്ങി അവിടെ തന്നെ കിടന്നു. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവർ അവിടെ നിന്നും പോയി. ആർദ്രവ് നടു റോഡിൽ ചോര വാർന്ന് അവിടെ തന്നെ മരിച്ചു. ആരേട്ടാ? പ്രസാദിൻ്റെ ഫോൺ റിങ് ചെയ്തതും അയാളത് അറ്റൻഡ് ചെയ്ത് ചെവിയോടടുപ്പിച്ചു. ഞങ്ങളിത് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പ്രസാദ് കോൾ ഡിസ്കണക്റ്റ് ആക്കി. രമ്യേ, നീ പോയി മോളെ വിളിക്ക്, ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പ്രസാദ് പറഞ്ഞു. എന്താ? ആരാ വിളിച്ചത്? എന്താ നിങ്ങളൊന്നും പറയാത്തേ? പ്രസാദിനെ കുളുക്കി വിളിച്ചുകൊണ്ട് രമ്യ ചോദിച്ചു. ആർദ്രവിന് ചെറിയൊരു ആക്സിഡൻറ്റ്, നമ്മളോട് വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞേ. ചെറിയ ആക്സിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരാനില്ലേ പറയൂ, ഇതെന്താ വീട്ടിലേക്ക് വിളിച്ചേക്കുന്നത്? നിങ്ങളെന്തോ ഒളിക്കുന്നുണ്ട്, രമ്യ പറഞ്ഞു. എനിക്കെങ്ങനെ അറിയാനാ? നീ പോയി മോളെ വിളിക്ക്, അവളോടൊന്നും ഇപ്പോൾ പറയണ്ട, പ്രസാദ് ഉള്ളിലെ സങ്കടം മറച്ചു വെച്ച് പറഞ്ഞു. പ്രസാദ് പറഞ്ഞത് രമ്യയ്ക്ക് മനസ്സിലായതും അവൾ ആരതിയെ വിളിക്കാൻ റൂമിലേക്ക് പോയി. അവളുടെ ഡോറിന് മുട്ടുമ്പോൾ രമ്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. തൻ്റെ മോളെ ഇതെങ്ങനെ അറിയിക്കും എന്നോർത്ത്. എന്താ അമ്മ ഈ പാതിരയ്ക്ക്? രാവിലെ ആയിട്ടില്ലല്ലോ എന്ന് ആരതി കണ്ണ് തിരുമ്പി പറഞ്ഞു. നീ പെട്ടെന്ന് റെഡിയാവ്, ആർദ്രവിൻ്റെ മുത്തശ്ശിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് രമ്യ കണ്ണ് തുടച്ച് അവരുടെ റൂമിലേക്ക് പോയി. മുത്തശ്ശിക്ക് എന്തു പറ്റി? അവിടുത്തെ മുത്തശ്ശിക്ക് അസുഖമൊന്നും ഉള്ളതായിട്ട് ഏട്ടൻ പറഞ്ഞില്ലല്ലോ എന്ന് മനസ്സിൽ കരുതി ആരതി ഡ്രസ്സ് ചേഞ്ചിട്ട് താഴേക്ക് പോയി. പ്രസാദ് കാർ ഡ്രൈവ് ചെയ്തു. ആർദ്രവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ ആര്യയുടെ മനസ്സ് പ്രിയപ്പെട്ട എന്തിനോ വേണ്ടി മിടിക്കാൻ തുടങ്ങി. ആർദ്രവിൻ്റെ വീട്ടിലെത്തിയതും അവിടെയുള്ള ആൾക്കൂട്ടം കണ്ടിട്ട് ആരതി കലുഷിതയായി. ഇതൊക്കെ കണ്ട രമ്യ കണ്ണീർ പൊടിച്ചു. മോളെ ഇറങ്ങ് എന്ന് രമ്യ പറഞ്ഞതും ആരതി രമ്യയുടെ കൂടെ ഇറങ്ങി. സിറ്റ് ഔട്ടിലേക്ക് കയറിയതും ആരതിയുടെ ഹൃദയം ധൃതിയിൽ മിടിക്കാൻ തുടങ്ങി. അവർ ഹാളിലേക്ക് വന്നതും പലരുടെയും ഏങ്ങലടികളും നെഞ്ചത്തടിക്കലും മാത്രം ഉയർന്നു കേൾക്കാം.
ഈ ചെക്കൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. നിശ്ചയം ഉച്ചയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അതിൻ്റെ കാര്യം സങ്കടമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആരതിയെ കണ്ടതും പറഞ്ഞു, ആ, ഈ പെണ്ണിന് വല്ല ചൊവ്വാദോഷവും ഉണ്ടാവും. അല്ലെങ്കിൽ നിശ്ചയം കഴിഞ്ഞ് അന്ന് തന്നെ ഈ ചെക്കനിങ്ങനെ സംഭവിക്കുമോ? ആ സ്ത്രീയുടെ കൂടെയുള്ള മറ്റൊരു സ്ത്രീയും പറഞ്ഞു, ഈ ചെക്കൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. നിശ്ചയം ഉച്ചയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അതിൻ്റെ കാര്യം സങ്കടമാണ്. ഇത് തന്നെ അവളുടെ ചെവികളിൽ കാതടിപ്പിച്ചുകൊണ്ടിരുന്നു. വെള്ളയിൽ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ആർദ്രവിൻ്റെ ശരീരത്തിനടുത്തായി ശ്രേയയും മാരുതിയും കരയുന്നുണ്ട്. ആർദ്രവിൻ്റെ അടുത്തേക്ക് പോകുന്തോറും അവളുടെ പ്രാണൻ നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. മാരതിയുടെ അടുത്തായി ആരതിയും ഇരിപ്പുറപ്പിച്ചു. താൻ ഏറെ സ്നേഹിച്ച തൻ്റെ പ്രാണൻ ഇന്ന് തൻ്റെ മുന്നിൽ ജീവനറ്റ് കിടക്കുന്നത് കണ്ട ആരതിക്ക് അവളുടെ സമനില തെറ്റുന്നത് പോലെ തോന്നി. അവൾക്ക് ഉച്ചത്തിൽ കരയണമെന്നുണ്ട്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അത്രയും അവൾ നിശ്ചലയായിരുന്നു. ആർദ്രവിൻ്റെ മുഖത്ത് അവൾ അമർത്തി ചുംബിച്ചു. എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആദ്യം പ്രോമിസ് തന്നെ തെറ്റിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാനും എൻ്റെ പ്രണയവും. ആരതി അവൻ്റെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഇതൊക്കെ കേട്ടതും തൻ്റെ മകളുടെ ഈ അവസ്ഥ കണ്ട് താങ്ങാൻ കഴിയാതെ നിന്നിരുന്ന പ്രസാദ് ആരതിയെ പിടിച്ചു മാറ്റാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോയി. മോളെ, ഇങ്ങോട്ട് മാറ, പോയവർ പോയി എന്ന് പറഞ്ഞ് അവളെ എടുക്കാൻ നിന്നതും അവൾ അലറിക്കരഞ്ഞു. ആദ്യവേട്ട, എന്നെ ഒറ്റയ്ക്ക് പോവാണോ ഏട്ടാ? ആരതി ഞെട്ടി എഴുന്നേറ്റു. മോളെ, എന്താ നീ ഇതിന് ആദ്രവിനെ വിളിച്ച് കരയുന്നത്? രമ്യ ഡോറിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു. താൻ സ്വപ്നം കണ്ടതാണെങ്കിലും ഒച്ച വെച്ചത് റിയലായിട്ടാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഫോണിൽ ടൈം നോക്കിയതും 3:58 AM എന്ന് കണ്ടതും അവൾ ഫോൺ അവിടെ തന്നെ വെച്ച് ജഗ്ഗിലെ വെള്ളം മടക്ക് കുടിക്കാൻ തുടങ്ങി. ഇവളെന്താ വാതിൽ തുറക്കാത്തെ? മോളെ ആരതി, രമ്യ വീണ്ടും ചോദിച്ചതും ജഗ് അവിടെ തന്നെ വെച്ച് ആരതി ഡോറ് തുറന്നതും രമ്യയെ ഇറുകെ കെട്ടിപ്പിടിച്ചു. എന്തു പറ്റി മോളെ? നീ എന്തിനാ ഒച്ച വെച്ചേ? കരയുന്നുണ്ടല്ലോ. എന്തു പറ്റി എൻ്റെ മോക്ക്? അവളുടെ തലയിൽ തലോടിക്കൊണ്ട് രമ്യ ചോദിച്ചു. അതമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഷോക്കിൽ കണ്ണു നിറഞ്ഞു പോയതാ. എന്ത് സ്വപ്നമാണ് കണ്ടേ? ആർദ്രവിനെയാണോ? രമ്യ ആരതിയുടെ കണ്ണ് തുടച്ചു കൊടുത്തതും ആരതി എന്ന് പറഞ്ഞ തലയാട്ടി. മോൾക്ക് വേണമെങ്കിൽ അമ്മയോടെ കിടക്കണോ? വേണ്ട അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ പൊക്കോ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. രമ്യ പോയതും ആരതി ഡോറ് കുറ്റിയിട്ടതിന് ശേഷം ഫോൺ എടുത്ത് ആർദ്രവിനെ വിളിച്ചു. 2-3 റിങ്ങിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തതും അവനോട് കുറച്ച് സമയം സംസാരിച്ച ശേഷം കോള് കട്ട് ചെയ്ത് ഉറങ്ങാൻ കടന്നു. കണ്ണടച്ചാൽ കാണുന്നത് ആർദ്രവിൻ്റെ വയറ്റിൽ കത്തി കുത്തുന്ന ദൃശ്യമായതുകൊണ്ട് ആരതി ഉറങ്ങാതെ ചരിഞ്ഞും തിരിഞ്ഞും കിടക്കാൻ തുടങ്ങി. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നിദ്രാദേവി അവളെ കടാക്ഷിച്ചു. ആരും എന്തിനാവും എന്നെ വിളിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചത്? അത് ഈ സമയത്ത് അറിയാഞ്ഞിട്ടാണ് ഒരു സമാധാനവുമില്ല. ആരതി വിളിച്ച് ഫോൺ വെച്ചതിന് ശേഷം ആർദ്രവിന് അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ചേ എന്നറിയാഞ്ഞിട്ട് ഒരു സമാധാനവുമില്ല. അവൾക്ക് തിരിച്ചു വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങായിരിക്കും. ഒന്നവിടെ പോയി വന്നാലോ? അല്ലെങ്കിൽ വേണ്ട, അവൾ എന്താ വിചാരിക്കുക? നാളെ ആവട്ടെ. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ നിർത്താതെയുള്ള മാരതിയുടെ ഡോറിൽ കൊട്ടുകേട്ടാണ് ആർദ്രവ് കണ്ണു തുറന്നത്. കണ്ണു വലിച്ചു അവൻ ഡോറ് തുറന്നു. എന്താമ്മേ, ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്നവൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതും ആരതി അവന് നടുപ്പുറം നോക്കിയൊരു കൂട്ടു കൊടുത്തു. നീ എന്താടാ, വിളിച്ച കേൾക്കൂലേ? ആരതി മോള് നിന്റെ ഫോണിലേക്ക് എത്ര തവണ വിളിച്ചിട്ടുണ്ടെന്ന് നോക്ക്. അതെങ്ങനാ ഈ നേരമായിട്ട് എണ്ണിക്കാറായിട്ടില്ലല്ലോ. മാരതി അതും പറഞ്ഞു പോവാൻ നിന്നതും ആർദ്രവ് എന്താമ്മേ, അവൾ വലുതും പറഞ്ഞോ എന്ന് ചോദിച്ചു. അവളുടെ കൂടെ എങ്ങോട്ടാ പോവാനാണെന്ന്, പെട്ടെന്ന് വരാനാ പറഞ്ഞത്. ഈ പെണ്ണിപ്പോൾ എന്തിനാ എന്നെ വിളിച്ചത്? ഇതൊക്കെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പെണ്ണ് ഇങ്ങനെ വിളിക്കുമോ? അവളുടെ അടുത്തേക്ക് തന്നെയല്ലേ പോകുന്നത്, അപ്പോൾ ചോദിക്കാം. അവളോട് ചോദിക്കാമെന്ന് കരുതി അവൻ പെട്ടെന്ന് ഫ്രഷായി ഫുഡും കഴിച്ച് ആരതിയുടെ വീട്ടിലേക്ക് പോയി. ആരതിയുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി ഹോണടിക്കാൻ തുടങ്ങി. മതി, വയറൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് വന്നതും അവളുടെ പിറകെ ഫുഡും എടുത്ത് രമ്യയും വന്നു. എടി, ഇത് കഴിക്കുക, ഇത് കുറച്ചേ ഉള്ളൂ. നേരെ വേണം വല്ലതും കഴിച്ചാലേ ശരിയാവൂ. കല്യാണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. നിന്നെ ഈ കോലത്തിൽ കണ്ടാൽ നിനക്കൊന്നും കഴിക്കാൻ തരാറില്ലെന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് നീ ഇത് കഴിക്കുക. രമ്യ അവൾക്ക് ഫുഡ് നിർബന്ധിച്ചു കൊടുക്കുന്നതിനിടയിൽ ആരവ് അവരെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. മോൻ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാ. ഈ പെണ്ണ് ഇപ്പോഴൊന്നും കഴിച്ചു തരില്ല. ഇവള് കഴിക്കും വരെ മോനെ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാ.
ഇവള് കഴിക്കും വരെ നീ അവിടെ നിന്നാ ബൈക്കിൻ്റെ പെട്രോൾ തീരുന്നതറിയില്ല. പോരാത്തതിന് ഇപ്പം നല്ല വിലയും ഉണ്ട് പെട്രോളിന് എന്ന് രമ്യ പറഞ്ഞതും ആരതി ചമ്മലോടെ ആദ്രവിനെ നോക്കി. ഈ അമ്മ ഇന്ന് കോളവാക്കും എന്ന് മനസ്സിൽ പറഞ്ഞു. ആദ്രവ് പെട്രോൾ വെറുതെ കളയാതെ സിറ്റ് ഔട്ടിലേക്ക് വന്ന് ചേറിലിരുന്നു. മതി മതി അമ്മേ, ഇത് കുറച്ചേ ഉള്ളൂ, ഇതും കൂടി കഴിക്കുക എന്ന് പറഞ്ഞ് പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്ന ദോശയും കൂടി അവൾക്ക് കൊടുത്തു. അവളത് കഴിച്ച് വായ കഴുകി പുറത്തേക്ക് ഇറങ്ങിയതും അവൾക്ക് പിന്നാലെ ആദ്രവും ഇറങ്ങി. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ എന്ന് രമ്യ പറഞ്ഞതും ആരതി സിറ്റ് ഔട്ടിലേക്ക് പോയി രമ്യയുടെ കവളിൽ ഉമ്മ കൊടുത്തു. പോട്ടെ അമ്മേ എന്ന് പറഞ്ഞ് അവൾ ആർദ്രവിന് പിറകെ ബുള്ളറ്റിൽ കയറി. എങ്ങോട്ടേക്കാണ് പോകണ്ടേ? ആർദ്രവ് ചോദിച്ചു. അമ്പലത്തിലേക്ക് എന്നവൾ പറഞ്ഞതും അവൻ അവളെ നോക്കിയിട്ട് ബുള്ളറ്റ് അമ്പലത്തിലേക്ക് പറപ്പിച്ചു. റോഡിൻ്റെ ഒരു സൈഡിൽ ബുള്ളറ്റ് ഒതുക്കിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ആരതി പ്രാർത്ഥിക്കൽ കഴിഞ്ഞ് പൂജാരിയുടെ കയ്യിലേക്ക് ഒരു മാല പൂജിക്കാൻ കൊടുത്തു. പൂജാരി പൂജിക്കാൻ ഉള്ളിലേക്ക് പോയതും ആദ്രവ് അവളോട് എന്തിനാ അപ്പോൾ ഒരു മാലയൊക്കെ പൂജിക്കാൻ കൊടുത്തത് എന്ന് ചോദിച്ചു. അതേട്ടാ, ഞാൻ പറയാം എന്ന് മാത്രം പറഞ്ഞ് പൂജാരി വരുന്നതും കാത്ത് അവിടെ നിന്നു. പൂജാരി മാല കൊണ്ടുവന്നതും ദക്ഷിണയും കൊടുത്ത് കൃഷ്ണന്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിലേക്ക് പോയി ആദ്രവിൻ്റെ കൈയും പിടിച്ച് ആരതി. കൃഷ്ണനെ സാക്ഷിയാക്കി ആദ്രവിൻ്റെ കഴുത്തിൽ മാല കെട്ടാൻ നിന്നതും അവൻ തടഞ്ഞു. ഇതെന്തിനാ എനിക്ക്? നീ എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. ആർദ്രവ് പറഞ്ഞു. ഈ മാല വെറും ഒരു മാലയല്ല ഏട്ടാ, ഇത് രക്ഷയാണ്. ഏട്ടന് എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് കെട്ടുന്നത്. ആരതി പറഞ്ഞു. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ കെട്ടിക്കോ എന്നവൻ പറഞ്ഞതും ആരതി അവൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. എനിക്കും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ. ഞാൻ ഇന്നലെ കണ്ടത് നോക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല എന്നവൾ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അതിനും മാത്രം നീ എന്താ ഇന്നലെ കണ്ടത്? നീ എന്തിനാ രാത്രി എനിക്ക് ഫോൺ വിളിച്ചത്? പോരാത്തതിനും ഇപ്പോൾ ഒരു അമ്പലം പോക്കും. എന്താ പറ്റിയത് നിനക്ക്? ഞാൻ പറയാട്ടാ, ഇവിടെ വെച്ചല്ല, നമുക്ക് ബീച്ചിലേക്ക് പോവാം. ആദ്രവ് ബുള്ളറ്റ് ബീച്ചിലേക്ക് വിട്ടു. ഒഴിഞ്ഞ ഒരു ബെഞ്ചിൽ അവർ രണ്ടും സ്ഥാനം ഉറപ്പിച്ചു. ഇനി പറ, നിനക്ക് പറയാനുള്ളത്. ആദ്രവ് പറഞ്ഞു. എനിക്ക് പറയാൻ കുറേ ഉണ്ട്. അതൊക്കെ എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. ഏട്ടനറിയണം എൻ്റെ ജീവിതത്തിൽ ആരും അറിയാത്ത കുറച്ച് അധ്യായങ്ങൾ എന്നവൾ പറഞ്ഞതും ആദ്രവ് അവളെ നെറ്റി ചുളിച്ചു നോക്കി. അവിനാശ് എൻ്റെ കസിൻ എന്നതിലുപരി ഒരു കാലത്ത് അവൻ എൻ്റെ എല്ലാമായിരുന്നു, എൻ്റെ പ്രണയവും പ്രാണനും. എന്നാൽ അവന് ഞാൻ വെറുമൊരു പണച്ചാക്ക്. എൻ്റെ അച്ഛൻ്റെ പണം കണ്ടിട്ടാണ് അവൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അമ്മയുടെ ആങ്ങള, അവനോട് എന്നെ സ്നേഹിക്കാൻ പറഞ്ഞത്. ഒരു പൊട്ടിയെപ്പോലെ ഞാൻ അവനെ സ്നേഹിച്ചു 3 കൊല്ലം. അവൻ എന്നോട് യഥാർത്ഥ പ്രണയമല്ല, പണത്തിനോടുള്ള കപട പ്രണയമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവനെ വെറുക്കാൻ തുടങ്ങിയതാ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന മനുഷ്യൻ. ഞങ്ങളുടെ പണം ഇല്ലാതാവുന്നത് വരെ മാത്രമേ ആ നാടകം നിലനിൽക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ദിവസം. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ ആദ്യ പ്രണയം ആദ്രവേട്ടനാണെന്ന് പറഞ്ഞത്. അവിനാശ് എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാണെങ്കിലും അവനെ നേരം വൈകി ചേർത്തതുകൊണ്ട് ഒരു ക്ലാസ്സിലായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ എനിക്ക് അവനും ആങ്ങളെയും പെങ്ങളും മാത്രമായിരുന്നു. എന്നാൽ അതെപ്പോഴാണ് അവനോട് പണത്തിനോടുള്ള പ്രണയം തോന്നിയതെന്ന് എനിക്ക് മനസ്സിലായത് +1 പഠിക്കുമ്പോഴായിരുന്നു. ആദ്യമൊന്നും ഞാനത് വലിയ കാര്യമാക്കിയിരുന്നില്ല. പിന്നെ ഞാനും അവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരേ ക്ലാസ്സിലായിരുന്നതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രണയം പരിചിതമായിരുന്നു. ആ പ്രണയം അധികം നാളൊന്നും നീണ്ടു നിന്നില്ല. 4th സെമ്മിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. തലേ ദിവസം മറ്റു കസിൻസിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അവൻ. അവരെന്താ സംസാരിക്കുന്നതെന്നറിയാൻ വേണ്ടി അവരിയ്ക്കുന്ന റൂമിൻ്റെ മറവിൽ ഇരുന്നുകൊണ്ട് ഞാൻ എല്ലാം കേട്ടു. അവിനാശേ, നിങ്ങൾക്കിടയിൽ വല്ലതും നടന്നോ എന്ന് അമ്മയുടെ ഏട്ടത്തിയുടെ മകൻ അർജുൻ അവിനാശിനോട് ചോദിച്ചു. ഇല്ലടാ, അവളാണെങ്കിൽ ഒന്നിനും അടുക്കുന്നില്ല. ഒരു കിസ് വരെ ചോദിച്ചാൽ അവൾക്ക് തരാൻ വയ്യ. അപ്പോൾ പറയും കല്യാണം കഴിയട്ടെ എന്ന്. എന്നാൽ കല്യാണം കഴിഞ്ഞാൽ അവളുടെ പേരിൽ അവളുടെ തന്തയുടെ സ്വത്ത് കവർന്നെടുത്ത് അവളെയും ചതിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവൾക്കാണെങ്കിൽ ഇപ്പോൾ കല്യാണവും വേണ്ടെന്ന് പറയുക എന്നവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ടതും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഇത്രയും കാലം ഞാൻ അവനെ സ്നേഹിച്ചതിന്. പിന്നെ ഞാൻ അവനോട് അധികം അടുപ്പം കാണിക്കാതെയായി. അവൻ കാരണം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇനി സംസാരിക്കാമെന്ന് പറഞ്ഞൊഴിയും. ദിവസം കഴിയുന്തോറും ഞാൻ അവനെ കൂടുതൽ വെറുക്കാൻ തുടങ്ങി.
വീട്ടിൽ പറയണമെന്ന് ഒരുപാട് തവണ ആലോചിച്ചെങ്കിലും ഇതൊക്കെ അറിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്നറിയുന്നത് കൊണ്ട് മറച്ചു വെച്ചു. അവൻ്റെ പ്രണയത്തിൻ്റെ ചതിക്കുഴിയിൽ വീണെന്ന് ഞാൻ മനസ്സിലാക്കിയതും ഒരുപാട് കരഞ്ഞു. ആരോടും അധികം ഒന്നും സംസാരിക്കാതെയുമായി. കാരണം ചോദിച്ചാൽ പഠിക്കാനുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറും. അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തും. അവനെ പ്രണയിക്കുന്നതിന് മുൻപ് ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എനിക്ക് ഞാനായാൽ മതി. അവൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ജീവിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്കാണ് ആദരവേട്ടൻ ഓഫീസിൽ പോകുന്നത് കാണുന്നത്. പിന്നെ അത് നമ്മുടെ പെണ്ണ് കാണലിലും എത്തി. ഏട്ടാ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്നെ ചതിക്കുകയായിരുന്നെന്ന്? ആരതി പറഞ്ഞു നിർത്തി ആദരവിനോടായി ചോദിച്ചു. ഹേയ് ഇല്ല, എത്ര പേര് ഇതൊക്കെ മറച്ചു വെച്ച് പരസ്പരം ചതിക്കുന്നു. നീ അതൊന്നും ചെയ്തില്ലല്ലോ. നിനക്ക് ഇപ്പോഴെങ്കിലും പറയാൻ തോന്നില്ലേ? ആട്ടെ, നീ എന്താ നല്ല സ്വപ്നം കണ്ടത്? ആദരവ് ചോദിച്ചു.